നമ്മുടെ സന്ദീപ് വാര്യർ ജി അറിയാമോ? സന്ദീപ് ജി വാര്യർ എന്നാണ് പേര്, പക്ഷേ പണ്ട് സന്ദീപ് ജി ആയിരുന്നു, ഇപ്പം സന്ദീപ് വാര്യർ ജി ആയി. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിലാണ്. സന്ദീപ് വാര്യർ തങ്ങളെന്നും വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെ വിളിക്കാം. കാരണം അദ്ദേഹം ഇപ്പം ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം തന്നെ ഏറ്റുപിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ്. പണ്ട് ഇദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നതിനൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ വിളിച്ചിടുന്ന ആള് ഇപ്പോൾ അദ്ദേഹം ഈ പപ്പുമോൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് എന്താ പപ്പുമോൻ ഛർദ്ദിക്കുന്ന കാര്യങ്ങൾ എടുത്ത് വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് ഈ പറയുന്ന നമ്മുടെ വാര്യർ. പിന്നെ ഞാൻ ഫേസ്ബുക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട്, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം ഇദ്ദേഹം സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടേക്കുക ഫേസ്ബുക്കിൽ. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ ഒരു ചർച്ച, നമ്മുടെ വിഭാഗീയത ഇതുണ്ടായിരുന്നല്ലോ, പാർട്ടീഷൻ ഹോളിഡേ ഇന്നലത്തെ. അപ്പോൾ വിഭാഗീയതയല്ല, നമ്മുടെ വിഭജന ഭീതി. ആ വിഭജന ഭീതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ന്യൂസ് ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സന്ദീപ് വചസ്പതിയും സന്ദീപ് വാര്യരുമായിരുന്നു. അപ്പോൾ ഈ വാര്യരുടെ ഒരു ഇതുണ്ടായിരുന്നു, നമ്മൾ പഴയ മുറിവുകൾ ഉണക്കണം, എന്തിനാണ് ഈ മുറിവുകൾ വീണ്ടും വീണ്ടും കുത്തി ഇത് ചെയ്യുന്നത്. അപ്പോൾ സന്ദീപ് വചസ്പതി അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ചെകിട്ടത്തടിച്ച് വിട്ട്, ഉടുപ്പും പറിച്ച് കീറി വിട്ട് വീട്ടിലോട്ട് വിട്ടെന്നൊക്കെയാണ് കേട്ട. എന്താണ് നടന്നത്? ഈ സന്ദീപ് വാര്യർക്ക് ഈ ഇടയായിട്ട് കഷ്ടകാലമാണ്. ഈ ഇടയായിട്ടല്ല, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം മുതൽ അങ്ങേരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വല്ലാത്ത പരിതാപകരമാണ്. നമുക്ക് തന്നെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ സന്ദീപ് വചസ്പതി ഇട്ട പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാർത്ത ആരംഭിക്കാം. അതിങ്ങനെയാണ്: അതേടാ, ജോലി രാജിവെച്ച ശേഷം സംഘടന നൽകിയ പണം ഉപയോഗിച്ച് കുടുംബം പുലർത്തിയിട്ടുണ്ട്. അല്ലാതെ സുഡാപ്പികൾ മലദ്വാരത്തിൽ കടത്തിക്കൊണ്ട് വരുന്ന സ്വർണം കണ്ട് മഞ്ഞളിച്ച് പോയവനല്ല ഞാൻ. എൻ്റെ പ്രസ്ഥാനം, എൻ്റെ അഭിമാനം. ഇതിൽ കൂടുതൽ വലിയ മറുപടി സന്ദീപ് വാര്യർക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. കാരണം മലദ്വാരത്തിൽ കൂടി സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് ആരാണെന്നും അത് പിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും ഇന്നലത്തെ ചർച്ചയിൽ അവതാരക ഉൾപ്പെടെ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു വിഭജന ഭീതി ദിനം എന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് വചസ്പതി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ദിനം വേണ്ട. ശരി, നിങ്ങൾ പറയുന്നത് പോലെ ആ ദിനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നില്ല, ആ ദിനം വേണ്ട. പക്ഷേ ഇനി മുതൽ ഗോദ്ര കലാപത്തെക്കുറിച്ചും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും ജാലിയൻ വാലാബാഗിനെ കുറിച്ചും ഗാന്ധി വധത്തെക്കുറിച്ചും ഒന്നും നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്. അങ്ങനെയാണ് എങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഇനി പാഠപുസ്തകങ്ങളിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമായി മാത്രം മാറണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് പറയാം, ഗാന്ധിയെ വധിച്ചത് ഗോഡ്സെ എന്ന് പറയാം, നിങ്ങൾക്ക് ഗോദ്ര കലാപത്തെക്കുറിച്ച് പറയാം, നിങ്ങൾക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയാം, നിങ്ങൾക്ക് BJP ഇവിടെ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും BJP നടത്തിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ തിരിച്ചു പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൊള്ളുന്നുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടത് നിങ്ങളാണോ ഞങ്ങളാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് സന്ദീപ് വാര്യർ വ്യക്തിപരമായി കൂടി ഈ സന്ദീപ് വചസ്പതിയെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. നമുക്കറിയാം സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് എത്തിയതെന്നും എന്തുകൊണ്ടാണ് എത്തിയതെന്നും. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെക്കാൾ വലുത് സീറ്റായിരുന്നു. ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ചാടിയത്. അതെ, പാലക്കാട് ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം ചാടിയത്. സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട്. കാരണം അദ്ദേഹത്തിന് പാലക്കാട് ഒരു മോഹ സ്ഥലമായിരുന്നു, അദ്ദേഹം ജയിക്കുമെന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ എന്താ പാർട്ടി വലിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യർക്ക് എന്തായാലും ഇനി മുന്നോട്ട് BJP-യിൽ നിന്നാൽ വലിയ സംഭവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദീപ് വാര്യർ കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചു. ഞാൻ കോൺഗ്രസിലേക്ക് പോവുകയാണ്. കോൺഗ്രസിലേക്ക് പോകുന്നു എന്നതിനപ്പുറം അദ്ദേഹം ആദ്യം പോയി കണ്ടത് പാണക്കാട് തങ്ങളെയാണ്. തങ്ങളിൽ നിന്ന് അനുഗ്രഹം വാങ്ങി പൊന്നാനിയിൽ പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ ഓഗസ്റ്റ് 14-ാം തീയതി നടന്ന ആ പേടിപ്പെടുത്തുന്ന ഭീകരമായ വിഭജന ദിനത്തെക്കുറിച്ച്, ഇന്ത്യ വിഭജിച്ചതിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയവർക്ക് ഇവിടെ അഭയം കിട്ടിയോ? ആരാണ് അവരെ ചതിച്ചത്? കുറെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അത് പുതുതലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തവരെ പാകിസ്ഥാൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവർക്ക് അവിടെ വീട് കൊടുത്തു, ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് എന്തൊക്കെ തരത്തിൽ അവരെ സഹായിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്തു. പക്ഷേ
പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ അവരെ ചേർത്ത് നിർത്താനോ അവർക്ക് വേണ്ടി വാദിക്കാനോ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനോ ഇവിടെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം ഉണ്ടാക്കി എന്ന് പറയുന്നു. ഉണ്ടാക്കിയ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നുകൂടി നമ്മൾ പുതുതലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അത് മാത്രമല്ല, ഈ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. അവിടെ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് ഹിന്ദുക്കളുടെ എണ്ണം അവിടെ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഇവർ പറയുന്ന പോപ്പുലേഷൻ എന്താ പറയുക, മതപരിവർത്തനത്തിലൂടെ, കൊന്നൊടുക്കലിലൂടെ, എന്താ പറയുക, അവിടുത്തെ ഹിന്ദു സ്ത്രീകൾ, അതായത് അവിടെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു വാർത്തകൾ കേട്ടിട്ടുണ്ട്, ഏതാണ്ട് 5 വർഷം മുന്നേ വരെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഹിന്ദു വിവാഹം അവിടെ അംഗീകരിക്കപ്പെടില്ല. അത് ഈ അടുത്ത കാലത്താണ് അംഗീകരിക്കുന്ന ഒരു നിയമം തന്നെ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഹിന്ദു പുരുഷൻ ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാത്തൊരു സാഹചര്യം. എന്നിട്ട് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോവുക. അതായത് നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന് ആലോചിച്ച് നോക്കണം ഇത്. എന്നിട്ട് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോവുക, ഇവർ കല്യാണം, അവിടെ പാകിസ്ഥാൻ സ്വദേശികൾ, മുസ്ലിം മതത്തിൽപ്പെട്ട, ഇസ്ലാം മതത്തിൽപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികൾ അവരെ കല്യാണം കഴിക്കുന്നു. ഇത്തരത്തിൽ മതപരിവർത്തനം, പിന്നെ കൊന്നൊടുക്കുക, പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ കൊന്നൊടുക്കുക. ഇത്തരത്തിൽ അവിടെ ഒരു പോപ്പുലേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റിസൺ അമൻഷിപ്പ് ആക്ട്, അതായത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം ഇതര മതക്കാരെല്ലാം, അതായത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സിഖ് മതമുണ്ട്, പാർസിയുണ്ട്, എല്ലാം ഉണ്ട്, ജൈന മതമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അന്ന് ഇവിടെ ഇവന്മാരിവിടെ കിടന്ന് കാണിച്ചത് എന്തായിരുന്നു? ഇവിടെ പറഞ്ഞ് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാട് കടത്താനുള്ള നിയമമാണ്. ഈ സുഡാപ്പികളാണത്. ഇവരുടെ SDPIയുടെ ഒരു നെഗറ്റീവാണ്. ഇങ്ങനെ അടിച്ചിറക്കി അവസാനം ഇപ്പം എന്തോ അത് പൊളിഞ്ഞു. അതും ഇതുപോലെ സന്ദീപ് ബജസ്പതിയെ പോലെയും ശ്രീജിത്ത് പണിക്കരെയൊക്കെ പോലെയുള്ള വാഗ്മികളാണ് അത് വന്ന് അന്ന് കേരള മാധ്യമങ്ങളുടെ അതിൽ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. ശ്രീജിത്ത് പണിക്കരും നമ്മുടെ റിപ്പോർട്ടറിലെ അരുൺജിയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് കിടപ്പുണ്ട്. സഖാവ് അരുൺ. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ അദ്ദേഹം എന്ത് ചെയ്തു, പണിക്കറിന്റെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു ആദ്യം. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പറഞ്ഞു തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചൊല്ല്, അതുപോലെ. അപ്പോൾ എന്ത് ചെയ്തു, പണിക്കർ എന്ത് ചെയ്തു, അത് മുഴുവൻ ഇടണം എന്നുള്ള രീതിയിൽ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് പറഞ്ഞത് എന്താണെന്നുള്ളത് റിട്ടേൺ ആയിട്ട് കണ്ടന്റ് ആയിട്ട് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തപ്പോൾ പിന്നെ അത് ഫുള്ളായിട്ട് ഇടേണ്ടി വന്നു. അത് മാത്രമല്ല, പണിക്കറിന് കയ്യടി കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ആരും കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. പണിക്കറിന് കയ്യടി കിട്ടുന്ന വിഷ്വൽസ് കട്ട് ചെയ്തു. അങ്ങനെയുണ്ട്. അത് നമ്മൾ പണിക്കർ പറഞ്ഞ ഉടനെ അരുണാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അരുൺ പറയുന്നിടത്ത് കയ്യടിയുണ്ട്. വല്ലാത്തൊരു ജീവിതമാണ്. ഓക്കെ, എന്തായാലും അത്തരത്തിലൊക്കെ ഉള്ള ആഹാരത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടണം. അപ്പൊ അന്ന് അതാ പറയുന്നത്. അപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴത്തേക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള നമ്മുടെ വിഭജന ദിവസം നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് അറിയില്ല. അവർക്ക് സ്വാതന്ത്ര്യം അവർ വിചാരിക്കുന്ന ഒരു ദിവസം ഇതിന്റെ അപ്പുറം പാകിസ്ഥാൻ, കഴിഞ്ഞ ബിസിനസ് കഴിഞ്ഞ ഈ ഒരു രീതിയിലാണ് ഇത് തീർന്നത്. അങ്ങനെയല്ല. മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരന്ന് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു എഴുത്തുകാരനെ അവരെ പഠിപ്പിക്കാൻ വന്നൊരു ഒരു അധ്യാപകനുണ്ടായിരുന്നു. സംഗീതമോ നൃത്തമോ എന്തുമാണ്. ആ അധ്യാപകൻ ഇത്തരത്തിൽ ഈ വിഭജന ദിവസം ഇന്ത്യയിൽ പെട്ടുപോയ ഒരു മുസ്ലിമാണ്. പരദേശി എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു സിനിമയൊക്കെ ഉണ്ട് ഇത്തരത്തിൽ. അപ്പൊ അദ്ദേഹം അനുഭവിച്ച യാതനകൾ, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച യാതനകൾ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, പലായനം ചെയ്യപ്പെട്ടു. അപ്പൊ അതൊക്കെ എത്ര പേർക്ക് അറിയാം, പൊതുസമൂഹത്തിന് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിവിടെ ഓർമ്മപ്പെടുത്തില്ല. പിന്നെ ഇവർ കുത്തി എന്താ പറയാ, മുറിവുകൾ ഉണങ്ങട്ടെ. ആ മുറിവുകളിൽ വീണ്ടും ആ മുറിവുകളെ കുത്തി നോവിക്കുന്നത് എന്തിനാണ്? മുറിവുകൾ ശരി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഗോദ്ര കലാപത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. അതും കുത്തി നോവിക്കലാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട ചില മുറിവുകളുണ്ട്, അത് മാത്രം ഉണങ്ങരുത്. അതായത് മലബാർ കലാപം അത് ഉണങ്ങണം, ആ മുറിവ് ഉണങ്ങണം. അത് മാത്രമല്ല, ഉണങ്ങിയ പോലെ അയാളെ പിടിച്ച് നമ്മുടെ വാര്യം കുന്നനെ പിടിച്ച് ഫ്രീഡം അതെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഇവർക്ക് ഇത് വിഭജന ദിവസത്തെ ഇത് മറക്കണം, മുംബൈ അറ്റാക്ക് മറക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറക്കണം. ഇതാണ് ഈ ചില, അതായത് ഈ മുറിവുകൾ അവർക്ക് ഇഷ്ടമുള്ള മുറിവുകൾ മാത്രം ഉണങ്ങണം, ബാക്കിയുള്ള അത് നടക്കില്ല. ഒന്നുകിൽ എല്ലാ മുറിവുകളും ഉണങ്ങണം, അല്ലെങ്കിൽ ഒരു മുറിവ് ഉണങ്ങണ്ട എന്നുള്ള രീതിയിലാണ്. അതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം.